ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ജനിച്ചത് 1856 ഓഗസ്റ്റ് 20-നാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് മാടനാശാൻ എന്നാണ്. മാതാവ് കുട്ടിയമ്മ. അദ്ദേഹത്തിൻ്റെ മരണം 1928 സെപ്റ്റംബർ 20-നാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരു ജനിച്ചത് 1856 ഓഗസ്റ്റ് 20-നാണ്. മാടനാശാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേര് കുട്ടിയമ്മ. അദ്ദേഹത്തിൻ്റെ മരണം 1928 സെപ്റ്റംബർ 20-നാണ്. 1856 ഓഗസ്റ്റ് 20-ന് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി ഗ്രാമത്തിലെ വയൽവാരത്ത് വീട്ടിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. 1856 ഓഗസ്റ്റ് 20-ന് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി ഗ്രാമത്തിലെ വയൽവാരത്ത് വീട്ടിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. പ്രസിദ്ധമായ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ ഗുരു നടത്തിയത് 1888-ലാണ്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് നെയ്യാറിൻ്റെ തീരത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി. ബ്രാഹ്മണർ ചെയ്തിരുന്ന പ്രതിഷ്ഠാകർമ്മം ഒരു ഈഴവ സമുദായാംഗം ചെയ്തതിന് യാഥാസ്ഥിതികർ ചോദ്യം ചെയ്തു. താൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ് എന്നായിരുന്നു നാരായണ ഗുരുവിൻ്റെ മറുപടി. അരുവിപ്പുറം വിപ്ലവം എന്നും ഈ സംഭവം വിശേഷിപ്പിക്കപ്പെട്ടു. അപ്പോൾ പ്രസിദ്ധമായ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ ഗുരു നടത്തിയത് 1888-ലാണ്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് നെയ്യാറിൻ്റെ തീരത്താണ് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത്. ബ്രാഹ്മണർ ചെയ്തിരുന്ന പ്രതിഷ്ഠാകർമ്മം ഒരു ഈഴവ സമുദായാംഗം ചെയ്തതിന് യാഥാസ്ഥിതികർ ചോദ്യം ചെയ്തു. താൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ് എന്നായിരുന്നു നാരായണ ഗുരുവിൻ്റെ മറുപടി. അരുവിപ്പുറം വിപ്ലവം എന്നും ഈ സംഭവം വിശേഷിപ്പിക്കപ്പെട്ടു. 1895 ബാംഗ്ലൂരിൽ വെച്ച് ഡോക്ടർ പൽപ്പുവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. 1898 അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപവൽക്കരിച്ചു. അപ്പോൾ 1895 ബാംഗ്ലൂർ വെച്ചിട്ട് ഡോക്ടർ പൽപ്പുവുമായിട്ട് ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ച നടത്തി. 1898 അരുവിപ്പുറം ക്ഷേത്രയോഗം അദ്ദേഹം രൂപവൽക്കരിച്ചു. 1903 മെയ് 15-ലാണ് SNDP സ്ഥാപിതമാകുന്നത്. ഇതിൻ്റെ ആജീവനാന്ത അധ്യക്ഷനായി ശ്രീനാരായണ ഗുരുവിനെയും ആദ്യ സെക്രട്ടറിയായിട്ട് കുമാരനാശാനും തിരഞ്ഞെടുത്തു. 1903 മെയ് 15-ലാണ് SNDP സ്ഥാപിതമാകുന്നത്. ഇതിൻ്റെ ആജീവനാന്ത അധ്യക്ഷനായിട്ട് ശ്രീനാരായണ ഗുരുവിനെയും ആദ്യ സെക്രട്ടറിയായിട്ട് കുമാരനാശാനെയും തിരഞ്ഞെടുത്തു. വൈക്കത്ത് ഉല്ലല ക്ഷേത്രത്തിൽ ഓംകാരാങ്കിതമായ കണ്ണാടി പ്രതിഷ്ഠ നടത്തി. അതായത് വൈക്കത്ത് ഉല്ലല എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ ഓം എന്ന് എഴുതിയിട്ടുള്ള കണ്ണാടി പ്രതിഷ്ഠ അദ്ദേഹം നടത്തി. 1909 ശിവഗിരിയിൽ ശാരദാ മഠത്തിന് തറക്കല്ലിട്ടു. 1912 വർക്കലയിൽ ശ്രീനാരായണ ഗുരു ശാരദാ പ്രതിഷ്ഠ നടത്തി. അപ്പോൾ 1909 ശിവഗിരിയിൽ ശാരദാ മഠത്തിന് തറക്കല്ലിട്ടു. 1912 വർക്കലയിൽ ശ്രീനാരായണ ഗുരു ശാരദാ പ്രതിഷ്ഠ നടത്തി. കൊല്ലവർഷം 1990 ആലുവയിൽ പെരിയാറിൻ്റെ തീരത്ത് അദ്വൈതാശ്രമം സ്ഥാപിച്ചു. അദ്വൈതാശ്രമത്തിൽ ചേർന്ന ഒരു യോഗത്തിലാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം ഗുരു ലോകത്തിന് നൽകിയത്. ഇത് ശകവർഷം പ്രകാരം 1915-ലാണ്. 1915-ലാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം ഗുരു ലോകത്തിന് നൽകുന്നത്. കൊല്ലവർഷം 1990 ആലുവയിൽ പെരിയാറിൻ്റെ തീരത്ത് അദ്വൈതാശ്രമം സ്ഥാപിച്ചു. അപ്പോൾ അദ്വൈതാശ്രമം സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെ തീരത്താണ്. അപ്പോൾ കൊല്ലവർഷം 1990 ആലുവയിൽ പെരിയാറിൻ്റെ തീരത്ത് അദ്വൈതാശ്രമം സ്ഥാപിച്ചു. അദ്വൈതാശ്രമത്തിൽ ചേർന്ന ഒരു യോഗത്തിലാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം ഗുരു ലോകത്തിന് നൽകിയത്. വർഷം 1915. 43 ക്ഷേത്രങ്ങൾക്ക് പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച ഗുരു ക്ഷേത്രങ്ങൾക്കൊപ്പം വിദ്യാലയങ്ങളും വേണമെന്ന് ശഠിച്ചു. ഒപ്പം വായനശാലയും വ്യവസായശാലയും കൂടി ഉണ്ടായാൽ നന്ന് എന്നും പറഞ്ഞിരുന്നു. 43 ക്ഷേത്രങ്ങൾക്ക് പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച ഗുരു ക്ഷേത്രങ്ങൾക്കൊപ്പം വിദ്യാലയങ്ങളും വേണമെന്ന് ശഠിച്ചു. ഒപ്പം വായനശാലയും വ്യവസായശാലയും കൂടി ഉണ്ടായാൽ നന്ന് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. മുരുക്കുംപുഴ ക്ഷേത്രത്തിൽ സത്യം, ധർമ്മം, ദയ, സ്നേഹം എന്ന മുദ്രാവാക്യമാണ് ഗുരു പ്രതിഷ്ഠിച്ചത്. കാരമുക്ക് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കെടാവിളക്കാണ്. അപ്പോൾ മുരുക്കുംപുഴ എന്ന് പറയുന്ന ക്ഷേത്രത്തിലെ അദ്ദേഹം സത്യം, ധർമ്മം, ദയ, സ്നേഹം എന്ന മുദ്രാവാക്യമാണ് പ്രതിഷ്ഠിച്ചത്. കാരമുക്ക് ക്ഷേത്രത്തിലാണെങ്കിലോ അവിടുത്തെ പ്രതിഷ്ഠ കെടാവിളക്കാണ്. 1922 ടാഗോറും 1925 ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു. അപ്പോൾ
ടാഗോർ 1922 ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കുന്നത്. ഗാന്ധിജി 1925 ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കുന്നത്. 1928 സെപ്റ്റംബർ 20, അതായത് കൊല്ലവർഷം 1104 കന്നി 5 ശ്രീനാരായണ ഗുരു സമാധിയായി. അപ്പോൾ 1928 സെപ്റ്റംബർ 20 ശ്രീനാരായണ ഗുരു സമാധിയായത്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ: ആത്മോപദേശ ശതകം, ദർശനമാല, ജാതിമീമാംസ, നിർവൃതി പഞ്ചകം, അർദ്ധനാരീശ്വര സ്തോത്രം, ശിവശതകം. അപ്പോൾ ആത്മോപദേശ ശതകം, ദർശനമാല, ജാതിമീമാംസ, നിർവൃതി പഞ്ചകം, അർദ്ധനാരീശ്വര സ്തോത്രം, ശിവശതകം, കുണ്ടലിനിപ്പാട്ട്, ദൈവദശകം, വിഷ്ണു സ്തോത്രങ്ങൾ, പ്രപഞ്ച സൃഷ്ടി, ബ്രഹ്മവിദ്യാ പഞ്ചകം, അദ്വൈത ദീപിക, ചിഞ്ചട ചിന്തനം. അപ്പോൾ കുണ്ടലിനിപ്പാട്ട്, ദൈവദശകം, വിഷ്ണു സ്തോത്രങ്ങൾ, പ്രപഞ്ച സൃഷ്ടി, ബ്രഹ്മവിദ്യാ പഞ്ചകം, അദ്വൈത ദീപിക, ചിഞ്ചട ചിന്തനം. അപ്പോൾ ഇത്രയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. അദ്ദേഹം സ്ഥാപിച്ച സംഘടനകൾ അഥവാ പ്രക്ഷോഭങ്ങളൊക്കെയാണ്: അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് 1888. 1888 അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത്. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം 1903 മെയ് 15, അതായത് SNDP, ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം, അത് 1903 മെയ് 15. ശിവഗിരിയിൽ ശാരദാമഠം സ്ഥാപിച്ചത് 1909. ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് 1913. അപ്പോൾ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ 1888, ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം 1903 മെയ് 15, ശാരദാമഠം ശിവഗിരിയിൽ സ്ഥാപിച്ചത് 1909, ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് 1913. അടുത്തത് ഗുരുവചനങ്ങളാണ്. സംഘടന കൊണ്ട് ശക്തരാകൂ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകൂ. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, വിൽക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം. ഇത് മൂന്നും ഗുരുവിൻ്റെ വചനങ്ങളാണ്. അപ്പോൾ സംഘടന കൊണ്ട് ശക്തരാകൂ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകൂ. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, വിൽക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം. ഇത് മൂന്നും ശ്രീനാരായണ ഗുരുവിൻ്റെ വചനങ്ങളാണ്. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളാണ്: കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ശ്രീനാരായണ ഗുരു ജനിച്ചത് ഏത് വർഷമാണ്? 1856. 1856 ശ്രീനാരായണ ഗുരു ജനിച്ചത്. ശ്രീനാരായണ ഗുരു വിദ്യാഭ്യാസ കാലത്ത് രചിച്ച കൃതിയുടെ പേരെന്ത്? ഉത്തരം ഗജേന്ദ്രമോക്ഷം. ഗജേന്ദ്രമോക്ഷമാണ് ശ്രീനാരായണ ഗുരു വിദ്യാഭ്യാസ കാലത്ത് രചിച്ച കൃതിയുടെ പേര്. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ഓം സാഹോദര്യം സർവത്ര എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന ആശ്രമം ഏതാണ്? അദ്വൈതാശ്രമമാണ്, ആലുവയിലാണ്. അപ്പോൾ ആലുവയിലെ അദ്വൈതാശ്രമത്തിലാണ് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ഓം സാഹോദര്യം സർവത്ര എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന ആശ്രമമുള്ളത്. ആലുവയിലെ അദ്വൈതാശ്രമം സ്ഥാപിക്കപ്പെട്ട വർഷം 1913. 1913 ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിക്കപ്പെട്ടത്. ശ്രീനാരായണ ഗുരുവിനെ ശിവഗിരി ആശ്രമത്തിൽ വെച്ച് ഗാന്ധിജി സന്ദർശിച്ചത് ഏത് വർഷമാണ്? 1925. 1925 ശ്രീനാരായണ ഗുരുവിനെ ശിവഗിരി ആശ്രമത്തിൽ വെച്ച് ഗാന്ധിജി സന്ദർശിച്ചത്. അപ്പോൾ ശിവഗിരി ആശ്രമത്തിൽ വെച്ചിട്ടാണ് ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത്. വർഷം 1925. മഹാകവി ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് ഏത് വർഷമാണ്? 1922. 1922 മഹാകവി ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത്. ശ്രീനാരായണ ഗുരു മിശ്രഭോജനം നടത്തിയത് ഏത് വർഷമാണ്? 1915. 1915 ശ്രീനാരായണ ഗുരു മിശ്രഭോജനം നടത്തിയത്. ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ ആലുവയിൽ വെച്ച് സർവമത സമ്മേളനം നടന്നത് ഏത് വർഷമാണ്? 1915. 1915 ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ ആലുവയിൽ വെച്ച് സർവമത സമ്മേളനം നടന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം ശ്രീനാരായണ ഗുരു ലോകത്തിന് നൽകിയത് ഏത് ആശ്രമത്തിൽ വെച്ചാണ്? അദ്വൈതാശ്രമത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ അദ്വൈതാശ്രമത്തിൽ വെച്ചിട്ടാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം ശ്രീനാരായണ ഗുരു ലോകത്തിന് നൽകിയത്. ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിക്കപ്പെട്ടത് ഏത് വർഷമാണ്? 1928. 1928 ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിക്കപ്പെട്ടത്. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം
സ്ഥാപിക്കപ്പെട്ടത് 1903-ലാണ്. 1903-ലാണ് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിക്കപ്പെട്ടത്. ശ്രീനാരായണ ഗുരു തൻ്റെ ദൗത്യം വിളംബരം ചെയ്ത അരുവിപ്പുറം പ്രതിഷ്ഠ ഏത് വർഷത്തിലാണ് നിർവഹിക്കപ്പെട്ടത്? 1888. 1888-ലാണ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്നത്. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ അതായത് SNDPയുടെ ആദ്യ സെക്രട്ടറി ആയിട്ട് സേവനമനുഷ്ഠിച്ചതാരാണ്? കുമാരനാശാനാണ്. അപ്പോൾ കുമാരനാശാനാണ് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ അതായത് SNDPയുടെ ആദ്യ സെക്രട്ടറി ആയിട്ട് സേവനമനുഷ്ഠിച്ചത്. SNDP യോഗത്തിൻ്റെ മുഖപത്രമാണ് വിവേകോദയം. അപ്പോൾ SNDP യോഗത്തിൻ്റെ മുഖപത്രമാണ് വിവേകോദയം. വിവേകോദയം മാസികയുടെ ആദ്യ പത്രാധിപരായിരുന്നു കുമാരനാശാൻ. വിവേകോദയം മാസികയുടെ ആദ്യത്തെ പത്രാധിപർ കുമാരനാശാനായിരുന്നു. ശ്രീനാരായണ ഗുരു തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് ഏത് വർഷത്തിലാണ്? 1908-ലാണ്. 1908-ലാണ് ശ്രീനാരായണ ഗുരു തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത്. ശ്രീനാരായണ ഗുരു സമാധിയായത് എന്നാണ്? 1928 സെപ്റ്റംബർ 20-നാണ്. 1928 സെപ്റ്റംബർ 20-നാണ് ശ്രീനാരായണ ഗുരു സമാധിയായത്. ആദ്യത്തെ ശിവഗിരി തീർത്ഥാടനം നടന്നതെന്ന്? 1933 ജനുവരി 1. 1933 ജനുവരി 1-നാണ് ആദ്യത്തെ ശിവഗിരി തീർത്ഥാടനം നടന്നത്. ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ചിരുന്ന ശ്രീനാരായണ ഗുരുദേവ രചനയാണ് നവമഞ്ജരി. അപ്പം നവമഞ്ജരി എന്ന് പറയുന്ന രചന ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ചിട്ടുള്ള ഒരു രചനയാണ്. ജാതിഭേദം മതദേശമേതുമില്ലാതെ സർവരും എന്ന് തുടങ്ങുന്ന വചനം ശ്രീനാരായണ ഗുരു ഏത് ശ്രീകോവിലിൻ്റെ ചുവരിലാണ് സ്വന്തം കയ്യക്ഷരത്തിൽ എഴുതിയത്? അരുവിപ്പുറത്താണ്. അരുവിപ്പുറം ക്ഷേത്രത്തിൻ്റെ ചുവരിലാണ് ജാതിഭേദം മതദേശമേതുമില്ലാതെ സർവരും എന്ന് തുടങ്ങുന്ന വചനം ശ്രീനാരായണ ഗുരു സ്വന്തം കയ്യക്ഷരത്തിൽ എഴുതിയിട്ടുള്ളത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഏത് കൃതിയിലാണ് ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും എന്ന വാക്യമുള്ളത്? ജാതി നിർണയം എന്ന കൃതിയിലാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ജാതി നിർണയം എന്ന കൃതിയിലാണ് ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും എന്ന് പറയുന്ന വാക്യമുള്ളത്. ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു എന്ന് ശ്രീനാരായണ ഗുരുവുമായിട്ടുള്ള കൂടിക്കാഴ്ചയെപ്പറ്റി പറഞ്ഞതാരാണ്? ദീനബന്ധു CF ആൻഡ്രൂസാണ്. ദീനബന്ധു CF ആൻഡ്രൂസാണ് ഇങ്ങനെ പറഞ്ഞത്. ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു. ശ്രീനാരായണ ഗുരുവുമായിട്ടുള്ള കൂടിക്കാഴ്ചയെപ്പറ്റി ഇങ്ങനെ പറഞ്ഞത് ദീനബന്ധു CF ആൻഡ്രൂസാണ്. ഗുരു തൻ്റെ അവസാന പ്രതിഷ്ഠ നടത്തിയ സ്ഥലം കളവൻകോടാണ്. കളവൻകോട്. ഗുരു തൻ്റെ അവസാന പ്രതിഷ്ഠ നടത്തിയ സ്ഥലം കളവൻകോടാണ്. 1918 ഗുരു സന്ദർശിച്ച വിദേശ രാജ്യമാണ് സിലോൺ അഥവാ ശ്രീലങ്ക. അപ്പോൾ സിലോൺ അല്ലെങ്കിൽ ശ്രീലങ്കയാണ് 1918 ഗുരു സന്ദർശിച്ച വിദേശ രാജ്യം. വൈക്കം സത്യാഗ്രഹ കാലത്ത് ഗുരു സത്യാഗ്രഹ ആശ്രമം സന്ദർശിച്ചതെന്നാണ്? 1924 സെപ്റ്റംബറിലാണ്. 1924 സെപ്റ്റംബറിലാണ് വൈക്കം സത്യാഗ്രഹ കാലത്ത് ഗുരു സത്യാഗ്രഹ ആശ്രമം സന്ദർശിച്ചത്. ഉപനിഷത്തുക്കളുടെ സാരം സംഗ്രഹിച്ച് ഗുരു രചിച്ച കൃതിയാണ് ദർശനമാല. ഉപനിഷത്തുക്കളുടെ സാരം സംഗ്രഹിച്ച് ഗുരു രചിച്ച കൃതിയാണ് ദർശനമാല. ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച മഹാകവിയാണ് G. ശങ്കരക്കുറുപ്പ്. ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച മഹാകവിയാണ് G. ശങ്കരക്കുറുപ്പ്. 1904 SNDPയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? അരുവിപ്പുറത്താണ്. അപ്പോൾ അരുവിപ്പുറത്താണ് 1904 SNDPയുടെ ആദ്യ സമ്മേളനം നടന്നത്. നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് നടരാജ ഗുരുവാണ്. നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് നടരാജ ഗുരുവാണ്. ശിവഗിരി തീർത്ഥാടനത്തിന് പോകുന്നവർക്ക് മഞ്ഞ വസ്ത്രം നിർദ്ദേശിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ശിവഗിരി തീർത്ഥാടനത്തിന് പോകുന്നവർക്ക് മഞ്ഞ വസ്ത്രം നിർദ്ദേശിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു ആരെയാണ് 1925 പിൻഗാമിയായി നിർദ്ദേശിച്ചത്? ബോധാനന്ദയെയാണ് ശ്രീനാരായണ ഗുരു 1925 പിൻഗാമിയായിട്ട് നിർദ്ദേശിച്ചത്. സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. സ്റ്റാമ്പിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ ആദ്യമായിട്ട് സ്ഥാപിച്ച സ്ഥലം തലശ്ശേരിയാണ്. അപ്പോൾ തലശ്ശേരിയിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ ആദ്യമായിട്ട് സ്ഥാപിച്ച സ്ഥലം. ജാതി നിർണയം രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ജാതി നിർണയം രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ്.
ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശക ശതകം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് നടരാജ ഗുരുവാണ്. അപ്പം നടരാജ ഗുരുവാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ശ്രീനാരായണ ഗുരു എത്ര പ്രാവശ്യം ശ്രീലങ്ക സന്ദർശിച്ചിട്ടുണ്ട്? 2 പ്രാവശ്യമാണ്. അപ്പോൾ 2 പ്രാവശ്യമാണ് ശ്രീനാരായണ ഗുരു ശ്രീലങ്ക സന്ദർശിച്ചിട്ടുള്ളത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ യൂറോപ്യൻ ശിഷ്യനാണ് ഏണസ്റ്റ് കിർക്ക്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ യൂറോപ്യൻ ശിഷ്യനാണ് ഏണസ്റ്റ് കിർക്ക്. ശ്രീനാരായണ ഗുരു ഒടുവിൽ പങ്കെടുത്ത SNDP യോഗ വാർഷികാഘോഷം നടന്ന സ്ഥലം പള്ളുരുത്തിയാണ്. ശ്രീനാരായണ ഗുരു ഒടുവിൽ പങ്കെടുത്ത SNDP യോഗം വാർഷികാഘോഷം നടന്ന സ്ഥലം പള്ളുരുത്തിയാണ്. ആരെ സന്ദർശിച്ച ശേഷമാണ് ശ്രീനാരായണ ഗുരു മുനിച്ചര്യ പഞ്ചകം രചിച്ചത്? രമണ മഹർഷിയെ കണ്ടതിന് ശേഷമാണ്. അപ്പോൾ രമണ മഹർഷിയെ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ സന്ദർശിച്ചതിന് ശേഷമാണ് ശ്രീനാരായണ ഗുരു മുനിച്ചര്യ പഞ്ചകം രചിച്ചത്. ശ്രീനാരായണ ഗുരുവിന് ദിവ്യജ്ഞാനം ലഭിച്ചത് എവിടെ വെച്ച്? മരുത്വാമലയിൽ വെച്ചിട്ടാണ്. മരുത്വാമലയിൽ വെച്ചിട്ടാണ് ശ്രീനാരായണ ഗുരുവിന് ദിവ്യജ്ഞാനം ലഭിച്ചത്. ശ്രീനാരായണ ഗുരുവിൻ്റെ മാതാപിതാക്കളാണ് മാടനാശാനും കുട്ടിയമ്മയും. പിതാവിൻ്റെ പേര് മാടനാശാൻ, മാതാവിൻ്റെ പേര് കുട്ടിയമ്മ. ശ്രീനാരായണ ഗുരു 1916 സന്ദർശിച്ച മഹാനാണ് രമണ മഹർഷി. അപ്പം രമണ മഹർഷിയെ 1916 ശ്രീനാരായണ ഗുരു സന്ദർശിച്ചത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം ആസ്പദമാക്കി ഗുരു എന്ന നോവൽ രചിച്ചത് K. സുരേന്ദ്രനാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം ആസ്പദമാക്കി ഗുരു എന്ന നോവൽ രചിച്ചത് K. സുരേന്ദ്രനാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ചെമ്പഴന്തിയാണ്. ചെമ്പഴന്തിയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം. ശ്രീനാരായണ ഗുരുവിൻ്റെ അവസാനത്തെ സന്യാസ ശിഷ്യനാണ് ആനന്ദതീർത്ഥ സ്വാമികൾ. അപ്പം ആനന്ദതീർത്ഥ സ്വാമികളാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ അവസാനത്തെ സന്യാസ ശിഷ്യൻ. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും ഇടം പിടിച്ച ആദ്യ കേരളീയനാണ് ശ്രീനാരായണ ഗുരു. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും ഇടം പിടിച്ച ആദ്യ കേരളീയനാണ് ശ്രീനാരായണ ഗുരു. ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്ര സംഗ്രഹം രചിച്ചത് കുമാരനാശാനാണ്. ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്ര സംഗ്രഹം രചിച്ചത് കുമാരനാശാനാണ്. ശിവഗിരിക്ക് ആ പേര് നൽകിയത് ശ്രീനാരായണ ഗുരുവാണ്. ശിവഗിരിക്ക് ആ പേര് നൽകിയത് ശ്രീനാരായണ ഗുരുവാണ്. ഏത് ഭാഷയിലാണ് ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം രചിച്ചത്? മലയാളത്തിലാണ്. മലയാള ഭാഷയിലാണ് ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം രചിച്ചത്. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം 1925. 1925 ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനവും ആശയങ്ങളും പാശ്ചാത്യ ലോകത്ത് പ്രചരിപ്പിച്ചത് നടരാജ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനവും ആശയങ്ങളും പാശ്ചാത്യ ലോകത്ത് പ്രചരിപ്പിച്ചത് നടരാജ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു ഒടുവിൽ സ്ഥാപിച്ച ക്ഷേത്രമാണ് കളവൻകോട്. ശ്രീനാരായണ ഗുരു ഒടുവിൽ സ്ഥാപിച്ച ക്ഷേത്രം കളവൻകോടാണ്. അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിവലിംഗ പ്രതിഷ്ഠയാണ്. അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെട്ടത് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിവലിംഗ പ്രതിഷ്ഠയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ശിഷ്യനാണ് ശിവലിംഗദാസ സ്വാമികൾ. ശിവലിംഗദാസ സ്വാമികളാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ശിഷ്യൻ. നാരായണ ഗുരുവിൻ്റെ 2ാം ശ്രീലങ്ക സന്ദർശനം ഏത് വർഷമായിരുന്നു? 1926 ശ്രീനാരായണ ഗുരുവിൻ്റെ 2ാം ശ്രീലങ്ക സന്ദർശനം 1926 ഏത് നദിയുടെ തീരത്താണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത്? നെയ്യാറിൻ്റെ തീരത്താണ്. അപ്പം നെയ്യാർ നദിയുടെ തീരത്താണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത്. ആരുടെ ആദ്യ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്? ശ്രീനാരായണ ഗുരുവിൻ്റെ. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം 1922. അപ്പോൾ 1922 രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത്. കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന ഏക വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. അപ്പോൾ കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന ഏക വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. യുഗപുരുഷൻ എന്ന സിനിമ ആരുടെ ജീവിതം ആസ്പദമാക്കിയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം ആസ്പദമാക്കിയ സിനിമയാണ് യുഗപുരുഷൻ. ജനന മരണ ദിവസങ്ങൾ പൊതു ഒഴിവായിട്ട് കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഏക വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ജനന മരണ ദിവസങ്ങൾ പൊതു ഒഴിവായിട്ട് കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്.
നിർവൃതി പഞ്ചകത്തിൻ്റെ കർത്താവ് ശ്രീനാരായണ ഗുരുവാണ്. നിർവൃതി പഞ്ചകത്തിൻ്റെ കർത്താവ് ശ്രീനാരായണ ഗുരുവാണ്. ഞാൻ പല സിദ്ധന്മാരെയും മഹർഷിമാരെയും കണ്ടിട്ടുണ്ട്. എന്നാൽ ശ്രീനാരായണ ഗുരുവിനേക്കാൾ മികച്ചതോ അദ്ദേഹത്തിന് തുല്യനോ ആയ ഒരു മഹാത്മാവിനെ എങ്ങും കണ്ടിട്ടില്ല. ആരുടെ വാക്കുകളാണിത്? രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വാക്കുകളാണ്. ഞാൻ പല സിദ്ധന്മാരെയും മഹർഷിമാരെയും കണ്ടിട്ടുണ്ട്. എന്നാൽ ശ്രീനാരായണ ഗുരുവിനേക്കാൾ മികച്ചതോ അദ്ദേഹത്തിന് തുല്യനോ ആയ ഒരു വ്യക്തിയെ മറ്റെങ്ങും കണ്ടിട്ടില്ല. ആരുടേതാണ് ഈ വാക്കുകൾ? രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞ വാക്കുകളാണിത്. ചെമ്പഴന്തി ആരുടെ ജന്മം കൊണ്ട് പ്രസിദ്ധമാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മം കൊണ്ട് പ്രസിദ്ധമായ സ്ഥലമാണ് ചെമ്പഴന്തി. 1924 ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെയാണ്? ആലുവയിലാണ്. അപ്പോൾ 1924 ആലുവയിലാണ് ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത്. ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം 1914. 1914 ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത്. ശ്രീനാരായണ ഗുരു വർക്കലയിൽ സമാധിയായത് ഏത് വർഷമാണ്? 1928. 1928 വർക്കലയിൽ വെച്ചിട്ടാണ് ശ്രീനാരായണ ഗുരു സമാധിയായത്. താങ്ക് യു.